മണ്ഡലകാലം ആരംഭിച്ച് 10 ദിവസം പിന്നിടുമ്പോൾ ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തിയത് 6,12,290 തീർത്ഥാടകർ. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 70,000-ത്തിലധികം തീർത്ഥാടകർ സന്നിധാനത്തെത്തുന്നുണ്ട്. എസ് അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുകയാണ്. സൗകര്യങ്ങളെക്കുറിച്ച് ഇതുവരെ പരാതികളൊന്നുമില്ല. 80,000 പേരെ വരെയൊക്കെ വേണമെങ്കിൽ ഒരു ദിവസം ദർശനം നടത്താനുള്ള സംവിധാനങ്ങളുണ്ട് അവിടെ, അല്ലേ? രഞ്ജിത്ത്, തീർച്ചയായും ശബരിമല തീർത്ഥാടനം ഏതാണ്ട് 10 നാൾ പിന്നിടുമ്പോൾ സാധാരണഗതിയിൽ ശബരിമലയിൽ ഉണ്ടാവുന്ന ഒരു തിരക്കിലേക്ക് തന്നെ സന്നിധാനം നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ 6,12,290 പേർ സന്നിധാനത്ത് മല ചവിട്ടിയെത്തിയ അയ്യപ്പനെ കണ്ട് മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ വാരാന്ത്യം, അതായത് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ അഭൂതപൂർവമായ തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടിരിക്കുന്നത്. 21-ാം തീയതി 77,026 പേരും 22-ാം തീയതി 87,216 പേരും ഇന്നലെ മാത്രം 92,977 പേർ സന്നിധാനത്ത് എത്തി ദർശനം നടത്തി മടങ്ങിയിരിക്കുന്നു. ഈ തിരക്ക് പരിശോധിച്ചാൽ ഏതാണ്ട് 75,000-ത്തിനടുത്ത് ആളുകൾ ശരാശരി ഓരോ ദിവസവും മലചരിച്ചുകൊണ്ട് എന്നാണ് കണക്ക്. 80,000-ത്തിന് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുന്നതിനുള്ള ഒരു നീക്കമാണ് ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. വെർച്വൽ ക്യൂയാണ് ഇതിൽ ഏറിയ പങ്ക് തീർത്ഥാടകരും സന്നിധാനത്തേക്ക് എത്തുന്നത്. സ്പോട്ട് ബുക്ക് വഴി ഏതാണ്ട് 10%-ലധികം ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തീർത്ഥാടനത്തിന് ഏറ്റവും സുപ്രധാനമായ ഇടമായ 18-ാം പടിയിലൂടെ കൂടുതൽ ആളുകളെ കടത്തിവിടുന്നതിനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും ദ്രുതഗതിയിൽ ഉണ്ടാവുന്നത് തന്നെയാണ് ഈ സുഗമമായ തീർത്ഥാടനം ഭക്തർക്ക് നൽകുന്നത്. സാധാരണഗതിയിൽ ഈ 18-ാം പടിയിലൂടെ ആളുകൾ കടന്നു വരുന്നതിന്റെ വേഗത കുറഞ്ഞാൽ മറ്റ് എല്ലാ നടപടിക്രമങ്ങളെയും, ദർശനത്തെയും അല്ലെങ്കിൽ പിന്നോട്ടുള്ള ഒഴുക്കിനെയും ഒക്കെ ഇത് ബാധിക്കും. പക്ഷേ നിലവിൽ ഏതാണ്ട് 70-നടുത്ത് ആളുകളെ, തീർത്ഥാടകരെ 18-ാം പടി ചവിട്ടി മുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒപ്പം ഈ ഫ്ലൈ ഓവറിലും മറ്റുമൊക്കെ അധിക നേരം കാത്തുനിന്ന് ദർശനം നടത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നില്ല. അവിടെയുമൊക്കെ കൃത്യമായ തിരക്ക് നിയന്ത്രണ സംവിധാനങ്ങൾ പോലീസ് ഒരുക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മാത്രം നട തുറന്ന ശേഷം ഏതാണ്ട് 25,000-ത്തിനടുത്ത് ആളുകളാണ് ദർശനത്തിനെത്തിയത്. നമുക്കറിയാം, തുടർച്ചയായ അവധി ദിവസങ്ങൾക്ക് ശേഷമുള്ള പ്രവൃത്തി ദിനമാണ്. സാധാരണഗതിയിൽ തിരക്ക് കുറയേണ്ട ഒരു ദിവസമാണ്. പക്ഷേ ഭേദപ്പെട്ട ഒരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഒപ്പം ഈ മണ്ഡല തീർത്ഥാടനത്തിനായി നട തുറന്ന ശേഷം 12 നാൾ പിന്നിടുന്ന 12 വിളക്ക് മറ്റന്നാളാണ്. അതുകൊണ്ട് ആ ദിവസത്തോടുകൂടി കൂടുതൽ മലയാളികളായ തീർത്ഥാടകർ അവരുടെ വ്രതാനുഷ്ഠാനങ്ങൾ ഏതാണ്ട് ഒരാഴ്ച 10 നാൾ പിന്നിട്ട് കഴിഞ്ഞാൽ കൂടുതൽ പേർ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്തായാലും കാര്യമായ അലോസരങ്ങളില്ലാതെ അല്ലെങ്കിൽ അതൃപ്തിയില്ലാതെയാണ് ഈ നിമിഷം വരെ ശബരിമല തീർത്ഥാടനം പോയിരിക്കുന്നത്. ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ മാല ഇട്ട് മല ചവിട്ടി ഇന്നലെ ദർശനത്തിനായി ഇരുമുടിക്കെട്ട് വേണ്ടി എത്തിയിരുന്നു. അദ്ദേഹം ഇന്ന് വിവിധ തരത്തിലുള്ള അവലോകന യോഗങ്ങൾ സന്നിധാനത്ത് ചേരും. ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ വിലയിരുത്തും. അതിനുശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ വേണോ, മറ്റെന്തൊക്കെ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. രഞ്ജിത്ത്, ശരി. എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.